ഈ ന്യൂനപക്ഷ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥാപനം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ ആകെ സമുദ്ധരിക്കാനും ശക്തിപ്പെടുത്താനും ഒക്കെ വേണ്ടിയാണ് എന്ന് വിചാരിച്ച് നടത്തുന്ന ഈ സംഗതി, അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോൾ അവിടെ എൻ്റെ ജമാഅത്തിൻ്റെ സെക്രട്ടറി ഒരു പരിപാടി അനൗൺസ് ചെയ്യുന്നത് കേട്ടപ്പോൾ ഇന്നത്തെ ഈ ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് അത്തരം മേൽവിലാസങ്ങൾ വെച്ച് ന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ഈ പണി അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതില്ലാത്ത സമയത്തും നല്ല അന്തസ്സായി ഇവിടൊക്കെയും മനുഷ്യർ പഠിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ജമാഅത്തുകളോട് പറയാനുള്ളത്, ഈ ന്യൂനപക്ഷ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പരിശീലനത്തിന് വരുമ്പോൾ അത് ഉപയോഗപ്പെടുന്നതല്ലെന്ന് തോന്നിയാൽ ആട്ടി ഓടിക്കണം അവിടെ നിന്ന്. അല്ലാതെ വീണ്ടും അവിടെ ചെന്ന് വേദിയിലിരുന്ന് ഈ പറയുന്നത് പോലെ പടം 2-3 എടുത്ത് പിറ്റേന്ന് പത്രത്തിൽ വരുത്തി ഒരു സമുദായത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകരുത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച എൻ്റെ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോയപ്പോൾ, ഈ ജുമാ നിസ്കാരത്തിൻ്റെ ഉസ്താദിൻ്റെ പ്രസംഗം തീർന്നതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ജമാഅത്തിൻ്റെ സെക്രട്ടറി മൈക്കിൽ വന്നിട്ട് ഒരു നോട്ടീസ് വായിക്കുന്നത് കേട്ടു. അത് വേറൊന്നുമല്ല, ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക്, അതായത് മുസ്ലിം കുട്ടികൾക്ക്, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കുട്ടികളും ഉണ്ടാവും, അവരൊന്നും ഇതിന് പോവില്ല, ഈ കുട്ടികൾക്ക് ഒരു പരിശീലന പരിപാടി PSC പരിശീലനം നടത്തുന്നു. എന്നാ നടത്തുന്നത്? എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഈ നടത്തുന്ന സൗജന്യ PSC പരിശീലന കോഴ്സിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് ജമാഅത്ത് കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാൻ കത്ത് കൊടുത്തിരിക്കുന്നത് വായിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ PSC പരീക്ഷയുടെയും കോമ്പറ്റീറ്റീവ് എക്സാമിനുകളുടെയും ഒക്കെ സ്ഥിതി എന്താ? കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലെല്ലാം 24/7 വളരെ ഡെപ്തായി പഠനങ്ങൾ നടക്കുകയാണ്. അതിന് പറ്റുന്ന മിടുക്കരായ അധ്യാപകരെ മണിക്കൂറുകൾ വെച്ച് കാശ് കൊടുത്ത് കൊണ്ടുവന്ന് പരിശീലനം നടത്തി ടെസ്റ്റുകൾ, പിന്നെ സന്ധ്യാനേരങ്ങളിൽ വീണ്ടും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ പഠിക്കുന്നിടത്താണ് ഒരു ശനി ഞായറും കട തുറന്ന് വെച്ചേക്കുന്നത് പോലെ 10 മണി മുതൽ 4 മണി വരെ വെറുതെ വന്ന് ഒരു ഉദ്ഘാടന പരിപാടി നടത്തി ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഒരു റിപ്പോർട്ടും ഉണ്ടാക്കി 10, 60, 70 കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ന്യൂനപക്ഷ കോർപ്പറേഷൻ എന്നും പറഞ്ഞ് ഇപ്പോഴും ഇല്ല മണ്ണെണ്ണ വിളക്കും റാന്തൽ വിളക്കും കൊണ്ട് കിടക്കുന്ന പോലെ എല്ലാ ജമാഅത്തുകളിലും വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ജമാഅത്തിലോ നമ്മുടെ പ്രദേശത്തോ ഉള്ള കുട്ടികളെ, മിടുക്കരായ കുട്ടികളെ, ഏത് സമുദായത്തിൽപ്പെടുന്ന ആവട്ടെ, മുസ്ലിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുസ്ലിങ്ങളെ നോക്ക്, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളവർ നോക്ക്, ആ കുട്ടികളെ 10,000-20,000 രൂപ ഫീസ് കൊടുത്ത് ഏതെങ്കിലും നല്ല കോമ്പറ്റീറ്റീവായിട്ടുള്ള സെൻറ്ററുകൾ വിട്ട് പഠിപ്പിക്കാൻ വേണം ഈ ജമാഅത്തുകൾ തീരുമാനിക്കേണ്ടത്. അതിനുള്ള മാർഗ്ഗമാണ് കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടി വരുമ്പോൾ കുറച്ച് നബിദിനത്തിൻ്റെ ഇറച്ചിയും ചോറും ഒക്കെ കുറച്ച്, അല്ലെങ്കിൽ കുറച്ച് തീറ്റയും സംവിധാനങ്ങളും ഒക്കെ കുറച്ച്, അല്ലെങ്കിൽ ഈ ജമാഅത്തിൽ നടക്കുന്ന കല്യാണങ്ങളിൽ നിന്ന് ഈ ഒരു 100 രൂപയോ 500 രൂപയോ എഡ്യൂക്കേഷണൽ സെസ് എന്ന് പറഞ്ഞുവല്ലോ ഈ കുട്ടികൾക്കാണെന്ന് പറഞ്ഞ് അവരോട് ചോദിച്ചൊരു ഹദിയ വാങ്ങിച്ച് ഒരു 10-15 കുട്ടികളെ നല്ല സെൻറ്ററുകളിൽ വിട്ട് പഠിപ്പിച്ച് അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കണം. അതാ വേണ്ടത്. അതല്ലാതെ ഈ ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ എന്നും പറഞ്ഞ് കരുനാഗപ്പള്ളി ഇതിനു മുമ്പ് നടത്തുന്ന ഒരു സെൻറ്ററിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഒരു മാനും മനുഷ്യനും ചെല്ലാത്ത ഒരു പഴയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം. അവിടെ ചെന്നാൽ തന്നെ ഉള്ള എനർജി ഈ പിള്ളേർക്ക് നഷ്ടപ്പെടും. എന്നിട്ട് അവിടെ ചെന്നിട്ടോ എപ്പോഴെങ്കിലും സാറ് വന്ന് പഠിപ്പിച്ച്, അല്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടെ അവിടെ ഇരുന്ന് എന്തോ നോക്കാനാ, ആര് നോക്കാനാ, എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഒന്നുമില്ല. പണ്ടൊരു നസീർ ഇരുന്ന സമയത്ത് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നപ്പോൾ ആ പാവപ്പെട്ടവൻ കുറേ പാടുപെട്ട് എല്ലായിടവും വണ്ടിയൊക്കെ എടുത്ത് പോയി നടന്ന് ഓടി ഇതൊക്കെ ഒരാഗ്രഹം കൊണ്ട് ചെയ്യിച്ചു. ഇപ്പോൾ ഏതോ ഒരു കളക്ടർക്ക് എവിടെയോ ചാർജ് കൊടുത്തിരിക്കുക. ഈ സാധനം വെച്ചാണ് എല്ലാവരും ന്യൂനപക്ഷത്തിന് അങ്ങനെ ചിലവാക്കുന്നത്, ന്യൂനപക്ഷത്തിന് ഇങ്ങനെ ചിലവാക്കുന്നത്. എന്നിട്ടോ ഈ പിള്ളേരെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് എത്ര രൂപയാവുമാർ എഴുതിയെടുക്കുന്നതെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഈ പിള്ളേരുടെ ഭാവി കളയാൻ വേണ്ടി ഇത്തരം സ്ഥലങ്ങളിലൊന്നും വിടരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇനി അഥവാ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഈ സമൂഹത്തിലെ പണമുള്ള സമുദായ സ്നേഹികളോ മനുഷ്യസ്നേഹികളോ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫീസ് കൊടുത്ത് ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ ബാക്കിയുള്ള കുട്ടികളോടൊപ്പം ലേബലുകളില്ലാതെ പോയിരുന്ന് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം.
ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ പരിശീലനം എല്ലാ ശനിയും ഞായറും 2 4 മണിക്കൂർ പഠിപ്പിച്ച് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുന്നു.